ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഈ സിസ്റ്റം? ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന 12 കിലോ വാട്ട് ഒരു സോളാർ സിസ്റ്റം ചെയ്തത്. അപ്പോൾ 12 കിലോ വാട്ടിന്റെ സോളാറിന് 2 സ്ട്രിങ് ആയിട്ട്, അതായത് 9 പാനലിന്റെ ഒരു സ്ട്രിങ് അടുത്ത് 9 പാനൽ, നേരെ 2 സ്ട്രിങ് ആയിട്ട് നമ്മൾ നേരെ വരുന്ന DC ബോക്സിലേക്ക് ഇവിടെ SPD വന്നു. SPD നമ്മൾ MCBയിലേക്ക് പോയി. MCBന്ന് നേരെ നമ്മുടെ ചാർജിങ് സോളാർ ജനറേറ്ററിന്റെ ചാർജിങ് സെക്ഷനിലേക്കാണ് പോകുന്നത്. 2 സ്ട്രിങ് ആയിട്ടിന്റെ ചാർജിങ് സെക്ഷനിലേക്ക് പോകും. 150 ആംപിയറിന്റെ MPPT-ലാണ് ചാർജിങ് വരുന്നത്. ഈ ചാർജിങ് സെക്ഷനിൽ നേരെ ബാറ്ററിയിലേക്കും പോകും, അതേപോലെ തന്നെ ലൈവിലും. ഈ സോളാർ ജനറേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡിന് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ലോഡ് ഇല്ലാത്ത സമയങ്ങളിൽ ഫുൾ പ്രൊഡക്ഷൻ ബാറ്ററി ചാർജിങ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ലോഡ് കഴിഞ്ഞതിന് ശേഷം ചാർജിങ്ങിലേക്ക് പോകും. ലോഡ് ഉണ്ടെങ്കിൽ, ഏറ്റവും മാക്സിമം ലോഡ് ഉണ്ടെങ്കിൽ ബാറ്ററി ചാർജ് പോവാതെ ഫുൾ ലോഡ് പ്രൊഡക്ഷൻ മൊത്തമായിട്ട് ലോഡിലേക്ക് പോകും. ഇതിപ്പോ എത്ര കിലോ വാട്ടിന്റെ? ഇപ്പോ 27 കിലോ വാട്ട്, 96 വോൾട്ട് 27 കിലോ വാട്ടാണ് ബാറ്ററി പാക്കിന്റെ. അതായത് ഫുൾ സ്റ്റോറേജ് നമുക്ക് 27 കിലോ വാട്ട് യൂസ് ചെയ്യാം. 27 കിലോ സെൽ ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ സോളാറിന്റെ എത്ര പാനലുണ്ട് നമുക്ക്? ഏകദേശം 18 പാനൽ വെച്ചിട്ടുണ്ട്. 18 പാനൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് ഒരു ദിവസം എത്ര ആവറേജ് നമുക്കൊരു 32 യൂണിറ്റ് ഏറ്റവും ശരാശരി ഉപയോഗിക്കാം. ശരാശരി 32. അത് മുകളിലേക്ക് പോകും. നല്ല കാലാവസ്ഥയിൽ അത് മുകളിലേക്ക് പോകും. ഇതിപ്പോ നമുക്ക് താഴോട്ട് ഇതിനകത്ത് യൂണിറ്റിലോട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോ ചേർന്ന് പറഞ്ഞ പോലെ ചാർജിങ് സെക്ഷനിൽ പോയി. ചാർജിങ് സെക്ഷന് ശേഷം നേരെ ബാറ്ററിലേക്ക് പോകുന്നു. അതേസമയം തന്നെ ലൈവ് ലോഡിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്തേക്ക് ഇതിന്റെ ഔട്ട്പുട്ട്, ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട്, അതായത് സോളാർ ജനറേറ്റർ ഔട്ട്പുട്ട് നേരെ പോകുന്നത് നമ്മുടെ ഓട്ടോമേഷൻ കൺട്രോളിലേക്കാണ്. ഓട്ടോമേഷൻ കൺട്രോൾ സെക്ഷനിൽ കാണിച്ചു. അല്ല, ഒരു കാര്യം സത്യം പറഞ്ഞാൽ സാധാരണ സോളാർ വെക്കുമ്പോൾ ഇതിന്റെയൊക്കെ ചെറിയ യൂണിറ്റുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ വെക്കുന്നു, എന്നിട്ട് നമ്മൾ KSEBക്ക് കൊടുക്കുകയും ചെയ്യാം. KSEBക്ക് ഡയറക്റ്റ് പുഷ് ചെയ്യും. വീട്ടിലെ ലോഡുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം സത്യം പറഞ്ഞാൽ കുറെ സേവിങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉപയോഗിക്കുകയും ചെയ്യുന്നു, ബാക്കിയുള്ള സേവ് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എല്ലാ കോൺക്രീറ്റിന്റെ ബാക്കിൽ പോകുന്നത് എന്താണെന്ന് സത്യം നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് KSEB എന്തും കാരണവശാൽ രാവിലെ 8 മണിക്ക് പവർ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ വീട്ടിൽ കറണ്ടില്ല. പക്ഷെ സോളാർ പാനൽ കൃത്യമായി ഉത്പാദിപ്പിക്കുന്നുണ്ട്. KSEBിലേക്ക് പോകുന്നില്ല, വീട്ടിലേക്ക് പോകുന്നില്ല. പിന്നെ KSEBിന്റെ പെർമിഷൻ ഇപ്പൊ അധിക സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ട്രാൻസ്ഫോമറിൽ നിന്ന് പകൽ സമയങ്ങളിൽ ഓവർ വോൾട്ടേജ് കയറി കഴിഞ്ഞു. നമുക്ക് യാതൊരു, നമ്മൾ KSEB ഉപയോഗിക്കുന്നില്ല. KSEBിയുടെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴെങ്കിലും ഇൻവെർട്ടറിനോ ബാറ്ററോ ഫെയിൽ ആയി കഴിഞ്ഞാൽ മാത്രം ഓട്ടോമാറ്റിക്കലി നമ്മൾ KSEBിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ കട്ട് എന്ന് പറയുന്ന വീട്ടിലെ പവർ കട്ട് ഇല്ല. 24 മണിക്കൂർ സ്റ്റേബിൾ. അതിന് വേറെ വേരിയേഷൻ ഇല്ലാത്ത പവർ സപ്ലൈ ആണ്. അത് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ മിക്ക എക്യുപ്മെന്റ്സും ലൈഫ് ലോങ് കിട്ടും. കാരണം ഫ്ലക്സേഷൻ അവിടെ വരുന്നില്ല. 50 ഹെർട്സ് ആണ് 50 ഹെർട്സ് 24 മണിക്കൂർ സ്റ്റേബിൾ ആയി കറണ്ടായി. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സോളാർ ജനറേറ്ററിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോഡ് പ്രോപ്പർ ആയിട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ അടുത്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോഡിയം അയൺ ബാറ്ററി. ഇപ്പൊ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് സെൽ ഇനി വരാൻ പോകുന്നത് സോഡിയം. അപ്പൊ ഇതിനകത്ത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് LFP സെൽ പറയും. അത് അഡ്വാൻസ്ഡ് തൊട്ട് മുമ്പിൽ. അതിന് ശേഷം ലിഥിയം സെല്ലാണ് ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ്. അതിന്റെ തൊട്ട് മുമ്പിലാണ് ലിഥിയം സെല്ല് നമുക്ക് വീട്ടിൽ ഡൊമസ്റ്റിക് അത്ര എഫക്ട് ആക്കാം. അതുപോലെ ഇൻഡസ്ട്രിക്കും കൊച്ചി വാട്ടർ മെട്രോയിൽ ചെയ്തിരിക്കുന്നത്. കാരണം 25 മിനിറ്റോട് ഫുൾ ചാർജ് ചെയ്യാം. നമ്മുടെ വീടുകളിലേക്ക് 25 മിനിറ്റോട് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര എക്സ്പെൻസ് ആവേണ്ട ആവശ്യമില്ല. മുഴുവൻ ഇത് സേഫ് ആണ്. കാരണം യാതൊരു ബ്ലാസ്റ്റോ കാര്യമോ പിന്നെ സേഫ് ആണ്. അപ്പൊ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മള് 8 വർഷം റീപ്ലേസ്മെന്റ് സെൽ വാറണ്ടി. സെൽ വാറണ്ടി 8 വർഷം റീപ്ലേസ്മെന്റ്. ഇത് സെൽ ബൈ സെൽ ആയിട്ടല്ലേ? സെൽ ബൈ സെൽ ആയിട്ട് നമുക്ക് സാധാരണ ആളുകൾക്ക് ഒരു ഇതുണ്ട്, ഈ ബാറ്ററി മൊത്തമായിട്ട് മാറ്റം. അതിലുള്ള ടെൻഷൻ വരും. കാരണം അത്രയും ജസ്റ്റ് വരും. നമുക്ക് ഇത് 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിഥിയത്തിന്റെ സെൽ ചീപ്പായിട്ട് വരും. കാരണം അപ്പോഴേക്കും സോഡിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞത് വരും. അതുപോലെ തന്നെ സോഡിയം സ്റ്റേറ്റ് ബാറ്ററി ഇനി വരാൻ പോകും. 2 വർഷം, അത് 8 വർഷം അല്ല, അതിന് മുമ്പിൽ തന്നെ ടെക്നോളജി മാറി. അല്ല, എന്നാലും ഞാൻ വേറെ കാര്യം, നമ്മളിപ്പോ സാധാരണ ആൾക്കാർ എൻക്വയറി വരുമ്പോഴത്തേന് ബാറ്ററി വെക്കുമ്പോഴത്തേന് കേടായ മൊത്തമായിട്ട് മാറ്റണമല്ലോ ഒരു ടെൻഷൻ. ഇതിന്റെ വേറെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ ഓൺഗ്രേഡ് ചെയ്തവർ ഹൈബ്രിഡിലേക്ക് ആക്കുന്ന വിചാരിക്കും. ഹൈബ്രിഡിലേക്ക് ആക്കുമ്പോൾ ഇതാവുന്ന കോസ്റ്റിനെക്കാട്ടി എത്ര കുറവാണ് നമ്മുടെ സോളാർ ജനറേഷൻ. ഇനി KSEB ഇല്ലാത്ത സമയത്ത് ഒരു 5 കിലോ വാട്ട് ഹൈബ്രിഡ് ഫുൾ ലോഡ് കൊടുക്കണമെങ്കിൽ ബാറ്ററി പാക്കിന്റെ വോൾട്ട് അത്രയും ഹൈ വേണം. അപ്പൊ നമ്മളിതിനൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ കസ്റ്റമർക്ക് എപ്പോഴും സോളാർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വീട്ടിലെപ്പോഴും കാരണം ഫുൾ ടൈം 24 മണിക്കൂർ സ്റ്റേറ്റ് പോസിബിൾ അതേ നമ്മൾ പറയും. സർവീസ് ബാറ്ററി നമ്മൾ കാരണം ഫുൾ ടൈം ബാറ്ററി കേട്ടിട്ടുണ്ട്. ആൾക്കാര് KSEB യൂസ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് ഇവിടെ വന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പൊ നിങ്ങളുടെ ടെക്നോളജി കുറച്ചുകൂടെ അഡ്വാൻസ് ആണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ഓട്ടോമേഷൻ സർക്യൂട്ട് കൊടുത്തിട്ടുള്ളത്. സൺടോറ നമ്മളെ എത്രയാണോ ലോഡിന്റെ അത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻസ് കാണാം, SPCU KSEB. സോളാർ പവർ കണ്ടീഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ KSEB.
ഇതിനുള്ള ഒരു ഓട്ടോമേഷൻ സർക്യൂട്ട് റിയൽ ടൈം നമ്മൾ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ബാറ്ററി വോൾട്ടേജും റിയൽ ടൈം മോണിറ്ററൈസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രൊസസർ വെച്ചിട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു അവിടെ കമന്റ് കൊടുത്തിട്ടുണ്ട്, ഇത്ര വോൾട്ടേജിൽ താഴെ പോയി കഴിഞ്ഞാൽ KCBയിലേക്ക് ഓട്ടോമാറ്റിക് മാറാം എന്നൊരു പ്രോഗ്രാം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് റിയൽ ടൈം നിരീക്ഷിച്ചുകൊണ്ട് KCB വേണോ SPC വേണോ ഇത് തീരുമാനിക്കും. നമ്മൾ ഏത് പാതിരത്ത് എവിടെയായാലും നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യണ്ട, എല്ലാം ഓട്ടോമാറ്റിക്. ഒരു 5 സെക്കൻഡ് ഡിഫറൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഓവറാകും ഓട്ടോമാറ്റിക്കലി തന്നെ ഓട്ടോമാറ്റിക്കലി. ഇത് ഇവിടുത്തെ വൈഫൈ കണക്റ്റഡ് ആണ്, ഫുൾ ഡാറ്റ നമുക്ക് സൈറ്റിൽ കാണാൻ പറ്റും. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ സാധാരണ മറ്റേ DV മിന്നൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ള. നമ്മളെ ഈ സോളാർ ജനറേറ്റർ ഡയറക്റ്റ് KCB ആയിട്ട് യാതൊരു ബന്ധമില്ല. അതായത് എർത്തിലൂടെ ന്യൂട്രലിലൂടെ വരുന്ന ഫ്ലക്സേഷൻ പോലും നമ്മളെ സോളാർ ജനറേറ്റർ ബാധിക്കില്ല. അത് സെപ്പറേറ്റ് നല്ല സ്ട്രോങ് എർത്തിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെച്ചാൽ ഇവിടെ 24 മണിക്കൂർ, അതായത് ഇടിമിന്നൽ ഉണ്ടായാൽ പോലും ഈ വീട്ടിൽ പവർ സപ്ലൈ ഫീൽ ആവില്ല. അപ്പൊ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്കുന്നതുകൊണ്ട് നമുക്ക് ലോഡ് ഫ്ലക്ച്വേഷൻസ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു ഇഷ്യൂ ഇല്ല. ഇതിൽ സെപ്പറേറ്റ് ലിഥിയം ബാറ്ററി ചെറിയ യൂണിറ്റ് ഇതിനെ മോട്ടറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം റിയൽ ടൈം മോട്ടറൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബാറ്ററി വോൾട്ടേജ് രണ്ടും ഒരേ സമയത്ത് മോട്ടറൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കോൺക്രീറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോ പകൽ സമയങ്ങളിൽ എല്ലാവരും വീട്ടിൽ ഉത്പാദിച്ചു പോകും. എല്ലാവരും വീട്ടിലും പീക്ക് ടൈമിലാണ് KCB ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ പീക്ക് ടൈമിൽ നാളെ KCB താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ചെയ്തവർക്ക് എന്താ നേട്ടമുള്ളൂ? ഇവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ KCB ഇനി എത്ര താരിഫ് മാറി നമ്മൾ KCB ഉപയോഗിക്കുന്നില്ല. ബൈ ചാൻസ് എപ്പോഴെങ്കിലും നമ്മൾ ബാറ്ററി ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇത്ര അടുത്ത ചാർജ് ആവുന്ന ഒരു ഏകദേശം ഒരു ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് മാത്രം KCB ഉപയോഗിക്കും. ഇവിടെ നമുക്ക് താരിഫ് ബാധിക്കുന്നില്ല. നമ്മൾ എപ്പോഴും KCB എടുക്കുന്ന മീറ്റർ ചാർജ് അല്ലെങ്കിൽ ഫിക്സഡ് ചാർജ് മാത്രമേ ഉള്ളൂ. മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മളെ റീൽ എനർജി ഇനി അങ്ങോട്ട് പോകുന്ന യൂണിറ്റ് തന്നെയാണ്. ഉണ്ടായിട്ട് ഒന്നിപ്പിക്കുന്ന ആവശ്യം വരുന്നില്ല തന്നെ നമ്മൾ കമ്പനി ഉറപ്പ് പറയും. അപ്പം ഇത് ഉപയോഗിക്കുന്നതോടുകൂടി പവർ കട്ടിന്റെ സൊല്യൂഷൻ നമുക്ക് രണ്ടാമത് KCBയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇതുകൊണ്ട് ഏറ്റവും നേട്ടം എന്ന് പറയുന്നത് വീട്ടുപകരണങ്ങൾക്ക് ലോങ് ലൈഫാണ്. LED ലൈറ്റിന് പോലും ലോങ് ലൈഫാണ്. കാരണം ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ലൈറ്റിന് യാതൊരു കാരണം 50 ഹെർട്സ് തന്നെ പോകണം. ഞാനിപ്പോ ഇത് സംസാരിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇനിയുള്ള എല്ലാ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ പോവാണ്. EV അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസ് സ്മാർട്ട് സിസ്റ്റത്തിലോട്ട് പോകാം. അപ്പൊ അതിന് സത്യം പറഞ്ഞാൽ ഇതൊരു അഡ്വാൻറ്റേജ് അല്ലേ വരുള്ളൂ. തീർച്ചയായും. കാരണം നമ്മൾ 10 വർഷത്തിൽ ഇങ്ങോട്ട് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലിഥിയം ബാറ്ററിയാണ്, 2 നിയോഡിയം മാഗ്നറ്റ് ആണ്, പിന്നെ വന്നത് VFD എന്ന് പറഞ്ഞ ടെക്നോളജി, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. ഇത് വന്നതോടെയാണ് നമ്മൾ EV ഡ്രോൺ കാര്യങ്ങളൊക്കെ ഈ 10 വർഷം കൊണ്ട് ഇങ്ങോട്ട് വന്ന മാറ്റാം. ഇപ്പൊ നേരത്തെ നോക്കിയാൽ EV സ്കൂട്ടറുകളായാലും കാറുകളായാലും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സമയം ഇത് VFD ലിഥിയം ബാറ്ററി വന്ന ശേഷമാണ്. മോട്ടറിന്റെ കാര്യത്തിൽ നിയോഡിയം മാഗ്നറ്റ് വന്നപ്പോൾ മോട്ടോർ സക്സസ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ എനർജി ഉപയോഗം ഇതിലേക്ക് മാറുന്നതിനെ നമ്മൾ പറയുള്ളൂ. കാരണം വീടുകളിൽ വേറൊരു ടെൻഷൻ വരുന്നില്ല, KCB എഗ്രിമെന്റ് ഇല്ല, ഒരു ട്രാൻസ്പോർട്ട് ഫീസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാത്തു നിൽക്കണ്ട. കാരണം പവർ ഫീൽ ഇല്ല എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. ഇത് ഒരു വീട്ടിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബേസിക് ആയിട്ടുള്ള ഒരു വീട് എന്താണ്? ബേസിക് ആയിട്ടുള്ള ആദ്യം നമ്മൾ ഫിസിക്കൽ ചെക്ക് ചെയ്യണം. യെസ്, അത് ഇല്ലാതെ ഈ മിഷൻ നടക്കില്ല. കാരണം വീട്ടുകാരോട് ആദ്യം സംസാരിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ഉപകരണം ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് പോലെ എല്ലാ വീട്ടിലും നമ്മൾ പോയ സമയത്ത് മനസ്സിലാക്കുന്നത് കണ്ടിന്യൂസ് AC ആണ്. ബാക്കി വാട്ടർ പമ്പ് സെറ്റ് ആയാലും 10-20 വീട്ടിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന ചിത്രമില്ല. പക്ഷെ AC എന്ന് പറയുന്നത് രാത്രി മുഴുവൻ വർക്ക് ചെയ്യും. അപ്പൊ എത്ര AC വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻവെർട്ടഡ് AC ആണോ, എത്ര ടണ്ണിന്റെ AC ആണ്, ഇതൊക്കെ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി ഇതെല്ലാം നമ്മൾ മാക്സിമത്തിൽ ഇട്ടിട്ട് കറക്റ്റ് ലോഡ് ടെസ്റ്റ് ചെയ്യും. ആൾക്കാർ ചെക്ക് ചെയ്തതിനു ശേഷം അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ് നമ്മൾ പറയും. ഇനി ഇപ്പൊ സോളാർ വെച്ചവർക്ക് ഈ സിസ്റ്റത്തിലോട്ട് മാറ്റാം? തീർച്ചയായും മാറും. അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ പകൽ സമയങ്ങളിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ KCBയുടെ താരിഫ് കുറഞ്ഞ ഓഫ് പീക്കിൽ നമ്മൾ ഇൻവെർട്ടർ ചാർജ് ചെയ്യണം. എന്നിട്ട് ഏകദേശം ഏറ്റവും കുറഞ്ഞ നമുക്ക് തോന്നുന്നു ഓഫ് പീക്ക് രാത്രി 11 മണി മുതൽ രാവിലെ 6 മണി വരെ ആ സമയം കൊണ്ട് ഇൻവെർട്ടർ ചാർജ് ചെയ്തിട്ട് രാവിലെ മുതൽ രാത്രി 10 മണി വരെ ഇൻവെർട്ടറിന് തിരിച്ച് വീട്ടിലേക്ക് ലോഡായി. ഓഫ് പീക്കിൽ കുറവാണ്. നോർമലും കാട്ടി 25% കൂടുതലാണ് ഇപ്പോ പീക്ക് ടൈം. 6 മണിക്കൂർ പറഞ്ഞു. അപ്പൊ 6 മണിക്കൂറിൽ ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അത് ഏത് സോൺ വേണമെന്ന് നമ്മൾ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ KCB, അതായത് സോളാർ പാനൽ ബന്ധമില്ലാതെ കോൺക്രീറ്റ് ചെയ്തവർക്ക് TOD ഇൻവെർട്ടർ നമ്മൾ എനിക്ക് കൺസൾട്ട് ചെയ്ത് വരുന്നത്. TOD ഇൻവെർട്ടർ, ബാറ്ററി ഇൻവെർട്ടർ, അത് ചാർജ് ചെയ്ത് ഏത് പ്രൊഫൈലിൽ ചാർജ് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അതല്ല ഡയറക്റ്റ് ഒരു സോളാർ പാനൽ വെച്ച് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ് KCBയിലേക്ക് പോകും. വീട്ടിലെ ഉപയോഗം മൊത്തം നമ്മളെ ഈ സോളാർ ജനറേറ്ററിലേക്ക്. തീർച്ചയായും ഒരു പ്രശ്നമില്ല.